വിവോയുടെ Y300 മോഡലിന് ശേഷം വന്ന ഏറ്റവും പുതിയ മോഡലാണ് വിവോ Y400 Pro 5G. ഈ ഫോണിൻ്റെ സ്പെക് ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കാം. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വിവോ Y400 Pro നൽകുന്നത്. ഇതിൻ്റെ വശങ്ങളിൽ ഒരു റൗണ്ടഡ് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ ഈ ഫോൺ കൈകളിൽ ഹോൾഡ് ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും നേരിടുന്നില്ല. ഈ ഫോണിന് നൽകിയിരിക്കുന്ന ഡിസ്പ്ലേ 6.77 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ 120 ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റും 300 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിന് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ 120 ഹെഡ്സും 300 ഹെഡ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. മാക്സിമം ഈ ഫോണിന് നൽകിയിരിക്കുന്നത് 120 ഹെഡ്സ് ആണ് ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ്. അതായത് ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേ റീഫ്രഷ് ആകുന്നതാണ് 120 ഹെഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ 300 ഹെഡ്സ് ഓരോ പ്രാവശ്യം നമ്മൾ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യുമ്പോൾ 300 തവണ ഇത് തിരിച്ചറിയുന്നു. ഇത് ഡിസ്പ്ലേയുടെ വേഗം കൂട്ടുന്നു. ഇത് ശരിക്കും ഗെയിം കളിക്കുന്നതിലും അല്ലെങ്കിൽ ഒരുപാട് വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നവർക്കുമാണ് ഇതിൻ്റെ ഉപയോഗം ലഭിക്കുക. അതുപോലെ ഈ ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസും ലഭിക്കും. അതുപോലെ ഈ ഒരു ഫോണിന് SGS സർട്ടിഫിക്കേഷനും നൽകിയിട്ടുണ്ട്. എന്താണ് SGS എന്നുള്ളത്? നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന ബ്ലൂ ലൈറ്റ് വളരെ കുറവാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 കളറിലാണ് ഈ ഫോൺ ലഭിക്കുന്നത്: ഗോൾഡ്, പർപ്പിൾ, വൈറ്റ്. അതുപോലെ ഈ ഫോണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 182 ഗ്രാമാണ്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറ പാർട്ട് നോക്കാം. പുറകിൽ 2 ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ആദ്യം കാണുന്നത് 50 മെഗാ പിക്സലിൻ്റെ സോണി IMX882 ആണ് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ 1x 2x നല്ല പോർട്രേറ്റും നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് നമുക്കിതിലൂടെ എടുക്കാൻ സാധിക്കും. ഈ ലെൻസിൽ കൂടെ ചേർന്ന് തന്നെ ഒരു ഇൻഫ്രാറെഡ് ബ്ലാസ്റ്ററും നൽകിയിട്ടുണ്ട്. ഇത് വീട്ടിലെ നമുക്ക് TVയോ AC-യോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന ഒരു ക്യാമറ 2 മെഗാ പിക്സലിൻ്റെ ഒരു ബൊക്കെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയായി നൽകിയിരിക്കുന്നത് 32 മെഗാ പിക്സലാണ്. ഈ 2 ബാക്കിലെ റിയർ ക്യാമറ കൊണ്ടും ഫ്രണ്ടിലെ 32 മെഗാ പിക്സൽ കൊണ്ടും നമുക്കൊരു 4K HD വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഫോണിൻ്റെ പ്രോസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 7300 ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത്. 4 നാനോമീറ്ററിൽ വരുന്ന പ്രോസസ്സർ ആയതിനാൽ മികച്ചൊരു വേഗത ഈ ഒരു പ്രോസസ്സർ നൽകുന്നു. 7,21,000 ആൻഡ്യൂറ്റ് സ്കോറും ഇതിന് ലഭിച്ചിരിക്കുന്നു. 8 GB റാമിൽ 128 GB സ്റ്റോറേജും 8 GB റാമിൽ 256 GB സ്റ്റോറേജും ഈ മോഡലിന് അവൈലബിൾ ആണ്. അതുപോലെ 8 GB എക്സ്റ്റൻഡഡ് റാം ഫീച്ചേഴ്സും ഇതിൽ വരുന്നു. ഇത് ഒരുപാട് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ചെയ്താലും നമ്മുടെ ഫോൺ വേഗത കുറയാതെ നോക്കുന്നു. അതുപോലെ ഈ ഒരു ഫോൺ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിലാണ് നൽകുന്നത്. നല്ല മികച്ച സൗണ്ട് ക്വാളിറ്റിക്കായി ഹൈറൈസ് ഓഡിയോ സർട്ടിഫിക്കേഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ വെറ്റ് ഹാൻഡ് ടച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു. നമ്മുടെ കൈകൾ നനഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി നമുക്കിതിൻ്റെ സ്ക്രീനിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് വെറ്റ് ഹാൻഡ് ടച്ച് എന്ന് പറയുന്ന ഫീച്ചേഴ്സിൻ്റെ ഉപയോഗം. പിന്നെ ഈ ഫോണിൽ വരുന്നത് AI ഫീച്ചേഴ്സാണ്. AI ഇറൈസ് ഉപയോഗിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മളെടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളെ റിമൂവ് ചെയ്യാൻ സാധിക്കും. AI എൻഹാൻസ് എന്ന് പറയുന്ന വേറൊരു ഫീച്ചേഴ്സ് കൂടി ഇതിനുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എടുത്ത ഫോട്ടോയിൽ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ മുന്നേ എടുത്തൊരു ഫോട്ടോ ക്ലാരിറ്റി ഇല്ലാത്തതോ ആണെങ്കിൽ ഇതുവഴി നമുക്ക് ഒരു പരിധി വരെ നമുക്കിതിനെ ക്ലാരിറ്റി കൂട്ടാവുന്നതാണ്. AI ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന വേറൊരു ഫീച്ചേഴ്സ് കൂടി ഇതിലുണ്ട്. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനെ നമുക്കിത് ടെക്സ്റ്റ് രൂപേണയാക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിന് 5500 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. 90 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ നൽകുന്നു. ഒരു 19 മിനിറ്റ് കൊണ്ട് തന്നെ 50% ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു ഫോൺ Android 15 വരുന്നത്. ഈ മൊബൈൽ ഫോൺ 8GB 128-ന് 24,999, 8GB 256-ന് 26,999 പ്രൈസ് വരുന്നത്.